മുൻ മന്ത്രി ജി സുധാകരൻ ഇപ്പോൾ പാർട്ടിയിൽ ബ്രാഞ്ച് തലത്തിലെ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്നുള്ളൂ. തലമുറ മാറ്റത്തിലൂടെ വന്ന ആലപ്പുഴയിലെ പുതിയ നേതാക്കളിൽ ചിലരെങ്കിലുമായി ജി സുധാകരൻ അത്ര രസത്തിലുമല്ല. പൊളിറ്റിക്കൽ ക്രിമിനലുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെന്ന് ഇടയ്ക്കിടെ അദ്ദേഹം പറയുന്നുമുണ്ട്. പാർട്ടിക്കെതിരെ പറയുന്നവരാണ് യഥാർത്ഥ പൊളിറ്റിക്കൽ ക്രിമിനലെന്ന് ഒരു MLA ഈയിടെ പറഞ്ഞിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ അതിനുള്ള മറുപടി വൃത്തിയായി വാക്യരുചിയോടെ ജി സുധാകരൻ പറയുന്നു. ഞാൻ പാർട്ടിക്കെതിരെ പ്രസംഗിക്കുന്നത് ഞാനോ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഒന്നും പാർട്ടിയെ പറ്റി പറയാൻ ഞാനെന്താ മണ്ടന? എന്റെ പാർട്ടിയെ പറ്റി പറയാൻ? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്നുവെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സെൻട്രൽ ജയിലിലും പോയി മർദ്ദനവും ഏറ്റ് വിദ്യാഭ്യാസവും കളഞ്ഞ് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തെ പറ്റി അനാവശ്യമായിട്ട് പറയുമോ? തന്തയില്ലാത്തവനല്ലേ ഇത് പറയത്തുള്ളൂ. ഇയാളെ കൊണ്ട് പോലീസിലായിരുന്നു. എന്തൊരു പൊളിച്ചതറിയാടോ. മാധ്യമങ്ങൾക്കുമുണ്ട് പഴി. പിണറായിയുമായി ഇപ്പോൾ അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരവും ആലപ്പുഴയും തമ്മിലുള്ള ദൂരത്തെക്കുറിച്ച് ജി സുധാകരൻ പറയും. പിണറായിയുമായി അത്ര അടുപ്പമില്ല എന്നാവും മാധ്യമ റിപ്പോർട്ട്. പൊളിറ്റിക്കൽ ക്രിമിനലുകളോടാണ് മാധ്യമങ്ങൾക്ക് കൂറ്. അവർക്ക് സത്യത്തെ ഭയമാണ് മാധ്യമങ്ങൾക്ക്. ഇവരെയൊക്കെ സൂക്ഷിക്കണം നിൽക്കുന്നവരെ. ഒരൊറ്റ എണ്ണ ഇതിനകത്തേക്ക് കയറി പോരുത്. കഴുകന്മാരെ പോലെ ഇറങ്ങിക്കോളും മനുഷ്യർ ശവം തിന്നാൻ. ഇവർ കാണിക്കുന്ന മുഴുവൻ വൃത്തികളാണ്. ശുദ്ധ തോന്നിയവാസം. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പറയുന്നതല്ല കൊടുക്കുന്നത്. ഇവർക്കൊന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല ഇവരെ. ഇതൊക്കെ തൂക്കിഞ്ഞ് പോന്നേക്കാം. ഞാൻ വ്യക്തികളെ അല്ല പറയുന്നത്. ഈ ചാനലുകാരെ പത്രക്കാരെ എത്രയും പെട്ടെന്ന് മേലോട്ട് കെട്ടിയെടുക്കണേ എന്റെ ഭഗവാനെ. പരാജയപ്പെട്ടാലും തിരുത്തിയാൽ കയറാം. പക്ഷെ തിരുത്താനാവാത്ത വിധം കയത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റും. അപ്പൊ അവര് കൊടുക്കും തിരുത്താൻ പറ്റില്ല എന്ന് ജി സുധാകരൻ. ഇതൊക്കെ പറയുമ്പോ നാളെ കണ്ടോ? ഞാൻ ഉപദേശം തരാൻ ഇയാൾ ആരുവാ? ചട്ടമ്പിസ്വാമിയാണ്. പ്രത്യയശാസ്ത്രത്തിന്റെ അസ്കിത പിടികൂടിയ നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ. തലമുറ മാറ്റത്തിലൂടെ അത്തരം നേതാക്കളെ കാണാനേ ഇല്ലാതായി. ദാസ് ക്യാപിറ്റൽ, ബൂർഷ്വ, പെറ്റി ബൂർഷ്വ, തൊഴിലാളി വർഗ സർവാധിപത്യം എന്നൊക്കെ പറയുന്ന എത്ര നേതാക്കളുണ്ട് നമുക്കിന്ന്. കാറൽ മാർക്സിന്റെ മൂലധനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പാടാ. ആർക്ക് വേണം പ്രത്യയശാസ്ത്രം? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന തല ഏകാധിപത്യമാണ് ഇത് പൊതുവെ ബൂർഷാസി പറയുന്നുണ്ട്. വല്ലതും പിടികിട്ടിയ ഭയങ്കര അർത്ഥമായതിനൊക്കെ. ബൂർഷാസി എന്നുള്ള പദം എത്ര പേർക്കറിയാം? അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടേത് വെറും ബൂർഷ്വാ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ മാവോയിസ്റ്റുകളാണ്, യഥാർത്ഥ വിപ്ലവകാരി. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, പഠിക്കണം. പഠിച്ചിട്ട് പറയാത്തോണ്ടാ വോട്ട് കിട്ടാത്തത്. വേറെ പോയി അന്വേഷിക്കണ്ട. പഠിച്ചിട്ട് പറയുന്നവർക്ക് അവർ വോട്ട് ചെയ്യും. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? കേന്ദ്ര BJP ദേശീയ തലത്തിൽ നേടിയ തെരഞ്ഞെടുപ്പ് വിജയമേ അല്ലെന്നാണ് ജി സുധാകരന്റെ വാദം. ദേശീയ രാഷ്ട്രീയം സംബന്ധിച്ച 2 പ്രവചനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. BJPക്ക് 3ാമത് അധികാരം കിട്ടിയെങ്കിലും ശരിക്കും അധികാരം കിട്ടിയില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല BJP. 243 400-ലേറെ എന്ന് പറഞ്ഞ അഹങ്കാരത്തിന് ഞാൻ അത് പറയാൻ പാടില്ലായിരുന്നു. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, അഹങ്കാരത്തിലോട് തിരിച്ചടിയും. 400 സീറ്റ് എന്തിനാണ്? പ്രതിപക്ഷമൊന്നും വേണ്ട. BJPക്കാണ്, NDAക്കല്ല. പിന്നെ അയാളുടെ കൂട്ടുകക്ഷികളൊക്കെ ഉണ്ട്. വേറെ ആരും വേണ്ട ഇവിടെ. അതിനോട് തിരിച്ചടി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. 5 വർഷം ഈ ഗവൺമെന്റ് നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അയ്യോ വിശ്വാമിത്ര മഹർഷി ശപിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. എന്തായാലും അടുത്ത തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഇതിനേക്കാൾ സീറ്റ് കുറയും. അവിടെ ചെയ്തികൾ അതാണ്. നിങ്ങൾ വലിയ മഹർഷിയല്ലേ, ശാപിച്ചാൽ ഞാൻ നശിച്ചു പോകും. ഇതോടെ ഈ ആഴ്ചത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.